ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെയിൻസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു കിളിക്കൂടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കിളിക്കൂട് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെറുതാക്കി കൊത്തി അരിയണം. 2 വലിയ ഉള്ളിയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് വലിയ ഉള്ളി ചേർക്കാം, കറിവേപ്പില. ഇത് കട്ട്ലേറ്റ് തയ്യാറാക്കുന്ന കൂട്ട് തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിനി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്തത്. ഇനി കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് മസാലയുടെ പച്ചമണങ്ങളൊക്കെ പോയി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് മസാലകൾ ചേർത്ത് സ്പൈസി ആക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഇനി നേരിട്ട് പൊട്ടാറ്റോ വേവിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാതെ ഇത് തയ്യാറാക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച്. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിത് 2 വലിയ പൊട്ടാറ്റോ ആയിരുന്നു. നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ്. വേവിച്ച ശേഷം ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് കിളിക്കൂട് തയ്യാറാക്കാൻ ഒരു മൈദയുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കിളിക്കൂട് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഈ കൺസിസ്റ്റൻസി ആവണം. ഒരുപാട് ലൂസും ആവരുത്, തീരെ ടൈറ്റും ആവാത്ത രീതിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിളിക്കൂട് തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ ഉൾഭാഗം കുറച്ച് കുഴിഞ്ഞ രീതിയിലാക്കി എടുക്കണം. ഇനി ഇത് മൈദയുടെ കൂട്ടിൽ മുക്കി സേമിയയിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. ഒരുപാട് കട്ടിയുള്ള സേമിയ ആവരുത്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കിളിക്കൂടുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 12 എണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇപ്പോൾ നല്ല അടിപൊളി കിളിക്കൂട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കിളിയുടെ മുട്ടകൾ പോലെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു കൗതുകമുള്ള ഒരു റെസിപ്പിയാണിത്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.